12ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x square by 25 plus y square by 9 equal to 1. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എലിപ്സ് ഇത് x square by a square plus y square by b square equal to 1 എന്നുള്ള ഫോമിലാണ്. അതായത് ഇവിടെ a square എന്നത് 25 ആണ്. അതുപോലെ തന്നെ a is equal to 5. b square എന്നത് 9 ആണ്. അതായത് b is equal to 3 ആണ്. ഈ ഒരു എലിപ്സിൻ്റെ ഫിഗർ നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് 5ഉം -5ഉമാണ്. അതുപോലെ തന്നെ മൈനർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് 3ഉം അതുപോലെ തന്നെ -3ഉമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു എലിപ്സിനെ നമ്മൾ y = എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ y square by 9 എന്നുള്ള ടേമിനെ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് x squareൻ്റെ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ 1 - x square by 25 എന്ന് വരും. അതായത് 1 × 25 25 - x square ഹോൾ ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. y square by 9. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ y square എഴുതുകയാണെങ്കിൽ y square = 9 × 25 - x square ഹോൾ ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. y കാണുന്നതിന് വേണ്ടിയിട്ട് റൂട്ട് എടുക്കുകയാണെങ്കിൽ √9 × 25 - x square ഹോൾ ഡിവൈഡഡ് ബൈ 25. ഇവിടെ നമുക്ക് 9നെ റൂട്ടിനെ പുറത്തേക്ക് കൊണ്ടുവരാം 3, താഴെ 25നെ റൂട്ടിനെ പുറത്ത് കൊണ്ടുവരാം 5 × √25 - x square. അതായത് തന്നിരിക്കുന്ന കർവിനെ നമ്മൾ y = എന്നുള്ള രൂപത്തിലാക്കി y = 3/5 × √25 - x square. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഫോർമുല ഇൻ്റഗ്രൽ 0 to 5 y dx എന്നാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏരിയ വരുന്നത് 0 മുതൽ 5 വരെയുള്ള ഭാഗത്താണെന്ന് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇൻ്റഗ്രൽ a to b y dx എന്നുള്ള ആ ഒരു ഫോർമുല, ആ ഫോർമുലയിൽ a 0ഉം b 5ഉമാണ്. വൈയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. അതായത് ഇൻ്റഗ്രൽ 0 to 5 3/5 × √25 - x square dx എന്ന് വരുന്നു. ഇവിടെ 3/5 ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3/5 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 3/5 ഇൻ്റഗ്രൽ 0 to 5 √25 - x square dx എന്ന് വരുന്നു. ഈക്വൽ ടു 3/5 ഇൻ്റഗ്രൽ 0 to 5 √25 - x square. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇൻ്റഗ്രൽ √a² - x square dx ഫോർമുലയാണ്. x/2 × √a² - x square plus a²/2 sin inverse x/a plus c എന്നതാണ് ഒരു ഫോർമുല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ a² എന്ന് പറയുന്നത് 25ഉം a എന്ന് പറയുന്നത് 5ഉമാണ്. നമുക്ക് ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് x/2 × √a² - x square അതായത് 25 - x square plus a²/2 25/2 sin inverse of x/a അതായത് x/5 ഫ്രം 0 to 5. നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ആദ്യം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 5 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. അതായത് 3/5 5/2 × √25 - 5². അതായത് അത് 0 എന്ന് വരും. 25 - 5², 25 - 25 0 എന്ന് വരും. നമ്മളതിനെ 0 എന്ന് മാത്രം എഴുതുന്നു. പ്ലസ് 25/2 sin inverse of 5/5 അതായത് sin inverse of 1 എന്ന് വരും. മൈനസ് 3/5 വീണ്ടും നമ്മൾ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 0 എന്ന് കൊടുത്ത് എഴുതുന്നു. അപ്പോൾ 0/2 എന്നുള്ളൊരു ഭാഗം 0 എന്ന് വരും. പ്ലസ് 25/2 sin inverse of 0/5 അതായത് sin inverse of 0 എന്ന് വരും. ഈക്വൽ ടു 3/5 0 plus 25/2 അതായത് 25/2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 സൈനിൻ്റെ വില 1 എന്ന് തരുന്ന ആംഗിൾ അത് π/2 ആണ്. മൈനസ്
3/5 ഇൻറ്റു 0 പ്ലസ് 25/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0. സൈനിൻ്റെ വില 0 എന്ന് തരുന്ന ആംഗിൾ 0 ആണ്. ഈക്വൽ ടു 3/5 ഇൻറ്റു 25π/4 എന്ന് നമുക്ക് കിട്ടുന്നു. മൈനസ് 3/5 ഇൻറ്റു 0, അതായത് ലാസ്റ്റ് ടൈമിനകത്തെ എല്ലാ വാല്യൂസും 0 ആയി പോകുന്നു. അതായത് 5ഉം 25ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 5 15π/4 എന്ന് കിട്ടുന്നു ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ. ഈ ഏരിയനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എലിപ്സിൻ്റെ ആകെ ഏരിയ നമുക്ക് കിട്ടുക. അതായത് ഏരിയ ഓഫ് എലിപ്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 15π/4 എന്നാണ്. 4ഉം 4ഉം നമുക്കിവിടെ കട്ട് ചെയ്യാം. അതായത് 15π എന്ന് നമുക്ക് എലിപ്സിൻ്റെ ആകെ ഏരിയ കിട്ടുന്നു. എലിപ്സിൻ്റെ ഏരിയ കാണുന്നതിനുള്ള ഫോർമുല πAB എന്നതാണ്. അപ്പോൾ ഇവിടെ എയുടെ വില 5 ആണെന്നും ബിയുടെ വില 3 ആണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ 15π എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് കൂടി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. x²/a² പ്ലസ് y²/b² ഈക്വൽ ടു 1 എന്നുള്ള ആ എലിപ്സിനെ നമ്മൾ y ഈക്വൽ ടു എന്നാക്കി മാറ്റുകയാണെങ്കിൽ y ഈക്വൽ ടു b/a ഇൻറ്റു റൂട്ട് ഓഫ് a² മൈനസ് x² എന്നാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ y ഈക്വൽ ടു എന്ന് നമുക്ക് നേരെ എഴുതുന്നതിനായിട്ട് സാധിക്കും.